ഷേ, ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് എന്നോട് ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ സത്യത്തിൽ ഞാൻ ഈ എക്സാംസ് ഒക്കെ പഠിച്ച് നല്ലൊരു കോളേജിൽ പോയി നല്ലൊരു ജോബ് വാങ്ങി എൻ്റെ ഫാമിലിനൊക്കെ ഞാൻ സെറ്റാക്കുമായിരുന്നു എന്ന് സങ്കടത്തോടു കൂടി പലരും പലരോടും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ട്. +1 +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള വീഡിയോ ആണിത്. അതായത് ഈ വീഡിയോ ഒരു പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ +1 +2 ലൈഫിൽ കാണുന്ന ഒരു 100 കണക്കിന് അല്ല 1000 കണക്കിന് വീഡിയോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണെന്ന് എനിക്ക് അത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഞ്ഞത്ത് കൈവച്ച് പറയാൻ പറ്റും. കാരണം ഇന്ത്യയിൽ പഠിക്കുന്ന +1 +2 വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനും അവരെ നല്ലൊരു കോഴ്സിൽ എത്തിക്കാനും എന്ത് ചെയ്യാറില്ല, പലർക്കും എന്ത് ചെയ്യാറില്ല, സാധിക്കാറില്ല. ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണോ, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഇന്ത്യയിലെ നിങ്ങൾക്ക് അറിയുന്ന പോലെ മെഡിക്കലോ അല്ലെങ്കിൽ നീറ്റോ ജെഇഒ മാത്രമല്ല ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഈ എൻട്രൻസ് എക്സാംസ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ ഒരു ടോപ്പ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളെ ബാക്കി ഫ്യൂച്ചർ ഒന്നും നോക്കണ്ട, അത് ഉറപ്പായിട്ട് സെറ്റായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരുപാട് കോഴ്സസ് ഇൻക്ലൂഡ് ചെയ്തുള്ള അതിലേക്കുള്ള എൻട്രൻസും അതിലേക്ക് എങ്ങനെയൊക്കെ പഠിക്കാം, എന്തൊക്കെയാണ് എലിജിബിലിറ്റീസ്, ആർക്കൊക്കെ എക്സാം എഴുതാം, അത് ഏത് ഫീൽഡിലാണെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിരിക്കും. മുഴുവൻ കണ്ടാൽ അത് വെർത്തായിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ട് കൺസിഡർ ചെയ്യുന്ന +2 കഴിഞ്ഞ് എഴുതാൻ പറ്റുന്ന അല്ല +2വിൻ്റെ കൂടെ എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാംസിനെ കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഏറ്റവും പോപ്പുലറായി നിങ്ങൾക്ക് പരിചയമുള്ളതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മെഡിക്കൽ ഫീൽഡ്. മെഡിക്കൽ ഫീൽഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എക്സാം തന്നെയാണ് കാര്യമായിട്ട് എന്ത് ചെയ്യും ഓൾ ഇന്ത്യ കൺസിഡർ ചെയ്യുന്നത്. ആ എക്സാമിൻ്റെ പേര് നീറ്റ് UG എക്സാം ആണ്, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ആണ് നീറ്റ്. അപ്പോൾ നീറ്റിൻ്റെ ഫുള്ള് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആണ് UG അണ്ടർ ഗ്രാജുവേറ്റ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാൻ പോകുന്നതാണ് കേട്ടോ. ഇതിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് പരിചയമായ ഒരുപാട് കോഴ്സസ് ഉണ്ട്. MBBS, BDS, BAMS, BHMS പോലെയുള്ള അതായത് പ്രൊഫഷണൽ ഡോക്ടർ എന്ന് പറയുന്നില്ലേ, ആ ഫീൽഡിലോട്ട് കയറണമെങ്കിൽ ഈ എക്സാംസ് ത്രൂ മാത്രമേ പറ്റൂ. നിങ്ങളുടെ വീട്ടിൽ എത്ര ക്യാഷ് ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾ അച്ഛൻ എത്ര കോടി എടുത്താലും കാര്യമില്ല, ഈ എക്സാം ക്വാളിഫൈ ചെയ്യാതെ നിങ്ങൾക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഴുതുന്ന ഒരു എക്സാമാണ് നീറ്റ് UG. അത് അതിൻ്റെ എക്സാം പാറ്റേൺ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ അതിൽ 180 മാർക്ക് MCQ ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് എക്സാം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും ഇതിലെ കണ്ടന്റ് വരുന്നത്. 720 മാർക്ക് ഉള്ളത് കേട്ടോ. നിലവിൽ ഇത് പെൻ ആൻഡ് പേപ്പർ ആണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു വിവാദമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഭാവിയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആവാനും ചാൻസ് ഉള്ളൊരു എക്സാം ആണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിന് ശേഷം +2വിൻ്റെ കൂടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. ആൻഡ് നിങ്ങളുടെ 12th സ്കോർ 50% ഓവറോൾ വേണം. അത് വലിയ കുഴപ്പമില്ലാത്ത കട്ട് ഓഫ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബയോളജി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കൊന്നും ഈ നീറ്റ് എഴുതാൻ പറ്റില്ല. വർഷത്തിൽ ഒരിക്കലാണ് നടക്കുക. നിലവിൽ അത് മെയ് മാസത്തെ ആദ്യത്തെ സൺഡേ ആണ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ത്രൂ മാത്രമേ നിങ്ങൾക്ക് ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ്ങോ ആയിട്ടുള്ള ഏത് ഒരു കോളേജിൽ എൻറോൾ ചെയ്തിട്ട് ഡോക്ടർ ആവാനുള്ള കോഴ്സസ് ഇല്ലേ, MBBS, BDS, BAMS, BHMS ഒക്കെ ആവാൻ പറ്റുകയുള്ളൂ കേട്ടോ. ഇനി മറ്റൊരു പോയിന്റ്, നീറ്റ് ത്രൂ മറ്റ് ചില മെഡിക്കൽ റിലേറ്റഡ് കോഴ്സിലോട്ട് എൻട്രൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ചില കോളേജുകളിൽ നഴ്സിംഗ്സും ചില കോളേജുകളിൽ പാരാമെഡിക്കൽ കോഴ്സസിനൊക്കെ നീറ്റിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യാറുണ്ട്. എന്നാലും അതല്ല അതിൻ്റെ മെയിൻ കാറ്റഗറി. അത് പിന്നീട് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. സോ മെയിൻലി മെഡിക്കലിൽ കാര്യമായിട്ട് നീറ്റ് UG ആണ് വരുന്നത്. പിന്നെ നഴ്സിങ്ങിന് വേണ്ടി ചെറിയ എക്സാംസ് വേറെ ഉണ്ട്. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഭാവിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഇനി നെക്സ്റ്റ് വലിയൊരു കാറ്റഗറി വരുന്നത് എഞ്ചിനീയറിംഗ് ആട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം മെഡിക്കലും എഞ്ചിനീയറിംഗ് മാത്രമൊന്നുമല്ല, ഇത് കഴിഞ്ഞ് വരുന്ന ഒരു വലിയൊരു സെറ്റ് എക്സാംസ് ഞാൻ പറഞ്ഞുതരാം. എഞ്ചിനീയറിങ്ങിന് ഇന്ത്യയിൽ പല എക്സാംസ് ഉണ്ട്. അതിലേറ്റവും എന്താണ് കൂടുതൽ പേര് എഴുതുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ പേരാണ് JEE മെയിൻസ്. JEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ്റ് എൻട്രൻസ് എക്സാം ആണ്. അതും NTA, നമ്മളെ നീറ്റ് നടത്തുന്ന NTA തന്നെ നടത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ JEE 2 ലെവലായിട്ട് അല്ലെ 2 ഫേസ് ആയിട്ടാണ് നടത്തുക. അതിൽ ആദ്യത്തെ ഘട്ടത്തിൻ്റെ പേരാണ് JEE മെയിൻസ്. അത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് നെക്സ്റ്റ് എക്സാം ആണ് JEE അഡ്വാൻസ്ഡ്. അപ്പം ഒരേ കുട്ടികൾ തന്നെയാണ് JEE മെയിൻസും JEE അഡ്വാൻസ് ചെയ്താൽ, പക്ഷേ JEE മെയിൻസിൽ ഒരു മിനിമം മാർക്ക് ക്വാളിഫിക്കേഷൻ അല്ലാതെ JEE അഡ്വാൻസ് ചെയ്താൻ പറ്റില്ല. ഇനി JEE മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം അത് ത്രൂ NITകളിലും അതേപോലെ IIITs ഉണ്ട്. IIITs അതേപോലെ സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള ചില ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, JEE മെയിൻസിൻ്റെ സ്കോർ ത്രൂ കയറാൻ പറ്റും. ഇതിലൊരു
മിനിമം സ്കോർ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ JEE അഡ്വാൻസിൽ നിങ്ങൾക്ക് കയറാൻ പറ്റൂ, എക്സാം എഴുതാൻ പറ്റൂ. അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IITകളിലേക്കും ഐസറിലേക്കും IAST പോലത്തെ ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്വാൻസിൻ്റെ റാങ്ക് ആയിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ JEE മെയിൻസിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഇത് വർഷത്തിൽ 2 തവണ നടക്കും കേട്ടോ. വർഷത്തിൽ 2 തവണ നടക്കും. നിലവിൽ ജാനുവരിയിലും ഏപ്രിലുമാണ് എക്സാം നടക്കുന്നത്. ഇനി അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അതിൻ്റെ എക്സാം പാറ്റേൺസ് 75 ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇൻക്ലൂഡഡ് ആയിട്ട് 300 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കേട്ടോ. CBT ആണ്, പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് അല്ല. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 10ാം ക്ലാസ്സിന് ശേഷം +2വിൻ്റെ കൂടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധമായിട്ട് പഠിക്കുകയും +2വിൻ്റെ ടോട്ടൽ മാർക്ക് മിനിമം 75% വേണം. അല്ലെങ്കിൽ ടോപ്പ് 20% ഓഫ് സ്റ്റേറ്റ് ബോർഡ് എന്നാണ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ +1 മാർക്കല്ല, +2വിൽ മാത്രമായിട്ട് എല്ലാ സബ്ജക്റ്റും കൂടി 75% മാർക്ക് വേണം കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോമ്പറ്റീവ് ആയുള്ളൊരു എക്സാമാണ് JEE മെയിൻസ്. ഇതിൻ്റെ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ അതിലെ ടോപ്പ് 2.5 lakhs കുട്ടികളാണ് മോസ്റ്റ് പ്രോബ്ലി എന്ത് ചെയ്യുന്നത്, JEE അഡ്വാൻസ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇത് വർഷത്തിൽ 2 തവണ എഴുതാം. നിങ്ങൾക്ക് ജാനുവരിയിൽ എഴുതാം, ഏപ്രിൽ എഴുതാം, അതിൽ ഏതെങ്കിലും ഒന്നും എഴുതാം. അതിൽ ഏതെങ്കിലും ബെസ്റ്റ് സ്കോർ കൺസിഡർ ചെയ്തിട്ടാണ് അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് JEE അഡ്വാൻസിലോട്ടും അതുപോലെ NITs, IITs, IIITസിൻ്റെ അഡ്മിഷനും കൺസിഡർ ചെയ്യാം. ഇനി JEE അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാം ക്വാളിഫൈ ചെയ്ത് വരുന്നുള്ളവർക്കാണ് അഡ്വാൻസ്. അപ്പോൾ ഇത് 2 പേപ്പറാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. CBT ആണ് ഇത് എക്സാം ഫോം ഉണ്ടാവുക. ഇനി അത് IITs കണ്ടക്ട് ചെയ്യുക, NTS അല്ല. ഓരോ വർഷം ഓരോ IITs ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് മാക്സിമം 2 അറ്റംപ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. മാക്സിമം 2 അറ്റംപ്റ്റേ നിങ്ങൾക്ക് ഇത് പറ്റുള്ളൂ. അതായത് 2 വർഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിലൊരു മാക്സിമം ഏജ് ലിമിറ്റ് അല്ല, മാക്സിമം 2 അറ്റംപ്റ്റ് എന്നുള്ളതാണ് വർഷത്തിൽ. പക്ഷേ ഇത് ഒരിക്കലേ ഉണ്ടാവുള്ളൂ. ലോകത്ത് തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് എക്സാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് JEE അഡ്വാൻസ്. അത് ക്രാക്ക് ചെയ്തിട്ടാണ് IITസിൽ സ്റ്റുഡൻസ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കയറാറ്. ഇനി കീം, കേരളത്തിൻ്റെ സ്വന്തം എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ പേരാണ് കീം. എന്നാൽ മനസ്സിലാക്കുക, കീമിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, അതിലെന്തുണ്ട്, അതിൽ ആർക്കിടെക്ചർ വരുന്നുണ്ട്, അതുപോലെ മെഡിക്കൽ ഫീൽഡുകൾ വരുന്നുണ്ട്, ഫാർമസി പോലുള്ള കോഴ്സസ് കീമിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കീം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എക്സാം എന്നാണ്. അതിൻ്റെ ഷോർട്ടാണ് കീം. കേരളത്തിലുള്ള CEE, കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ കേരളയാണ് ഈ എക്സാം നടത്തുന്ന ബോഡി. അത് പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിനും ആർക്കിടെക്ചറിനും അതുപോലെ ഫാർമസി കോഴ്സുകൾക്കും കീം ത്രൂ കയറാൻ പറ്റും. ഇതൊരു എൻട്രൻസ് എക്സാമാണ്. അതിൻ്റെ 50% മാർക്ക് എന്താണ്, നമ്മുടെ +2ൻ്റെ ബോർഡ് എക്സാം മാർക്കാണ്. ആൻഡ് 50% എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. 50% എൻട്രൻസ് ആണ്, 50% ബോർഡ് എക്സാമിൻ്റെ മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് 2 പേപ്പേഴ്സാണ്. നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടി ആയിട്ട് ഒറ്റൊരു പേപ്പർ ഉണ്ടാവും. രണ്ടാമത്തെ പേപ്പർ പ്യുവർലി മാത്സ് ആണ്. ഈ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പർ മാത്രം എഴുതി മാത്സ് എഴുതാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാർമസി പോലെയുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ പോലെ വെറ്റിനറി ഒക്കെ പോലെ ചില സ്പെഷ്യൽ കോഴ്സസ് ഒക്കെ, ഡയറി കോഴ്സൊക്കെ ഉണ്ട്. അതിലേക്ക് ഫിസിക്സും കെമിസ്ട്രിയുടെ മാർക്ക് വെച്ച് മാത്രം കയറാം. ഇനി അതല്ല, അതിലൂടെ മാത്സും കൂടി നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അത് 480 മാർക്സിൻ്റെ എക്സാമാണ്. ഇനി മറ്റൊരു പ്രത്യേകത, 10ാം ക്ലാസ്സിന് ശേഷം +2 പഠിക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പ്രോപ്പറായി പഠിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബയോളജിയുടെ എക്സാം കീമിലില്ല. അപ്പോൾ ഇതിൽ കാണുന്ന ഈ മെഡിക്കൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എന്താണ്, കേരളത്തിലുള്ള മെഡിക്കൽ സീറ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നീറ്റിൻ്റെ സ്കോർ ഉപയോഗിച്ച് കീമിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടെ അഡ്മിഷൻ നേടുകയാണ്. അതായത് കേരളത്തിലെ കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ എക്സാമ്പിൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ കോട്ടയിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നേടാൻ പറ്റും. പക്ഷെ അതിൻ്റെ എക്സാം ഏതാ, കീമാണോ? അല്ല, ഇവിടെ ബയോളജി എക്സാം ഇല്ല. അത് നീറ്റ്, നേരത്തെ പറഞ്ഞ നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് കീമിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിലെ റാങ്ക് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിലെ ഗവൺമെൻറ് കോളേജിലെ കേരള കോട്ടയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് വഴിയേ നമുക്ക് പഠിക്കാം. ഇനി മറ്റൊരു പോയിന്റ്, ഇതും വൺസ് ഇൻ എ ഇയർ ആണ്. നിലവിൽ ഏപ്രിൽ മാസത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നത് കേട്ടോ. ഇനി മറ്റൊരു എക്സാമാണ് കുസാറ്റ്. കേരളത്തിൻ്റെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഓർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ്. കുസാറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അതിൽ കാറ്റ്, അതിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. ആ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ത്രൂ ആയിരിക്കും കുസാറ്റിലോട്ടുള്ള അഡ്മിഷൻ. അപ്പോൾ അത് മെയിൻലി പർപ്പസ് എഞ്ചിനീയറിംഗ് ആണ്. കുസാറ്റിൻ്റെ കോളേജുകളിൽ, കുസാറ്റിൻ്റെ അണ്ടറിലുള്ള കോളേജുകളിൽ, യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കണമെങ്കിൽ ഈ കാറ്റിൻ്റെ സ്കോറാണ്. കീമല്ല, JEE അല്ല, കുസാറ്റിൻ്റെ സ്വന്തം എക്സാം എഴുതണം. അത് BTech പ്രോഗ്രാംസ് ആണ് കാര്യമായിട്ടുള്ളത്. അതല്ലാതെ ചില സയൻസ് കോഴ്സസും റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ ബേസ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അലോ ചെയ്യുന്നുണ്ട്. മറ്റൊരു എക്സാം പാറ്റേൺ ശ്രദ്ധിക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് അതിൻ്റെ ടോപ്പ് കണ്ടന്റ് വരുന്നുള്ളൂ. അത് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ്
ബേസ്ഡ് എക്സാം ആയിരിക്കും. മറ്റൊരു പ്രത്യേകത, ഇത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിർബന്ധമായിട്ടും +2ൻ്റെ കൂടെ പഠിക്കണം. അതും വർഷത്തിൽ ഒരിക്കലാണ് കണ്ടക്ട് ചെയ്യുക കേട്ടോ. കിഡിലൻ കോളേജാണ്, നല്ല പ്ലേസ്മെൻ്റ് ഉള്ള കോളേജസ് ഒക്കെ ഇതിൽ അണ്ടറിൽ വരുന്നുണ്ട്, നല്ല കോഴ്സസ് വരുന്നുണ്ട്. സോ കുസാറ്റ് കാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് കേട്ടോ. ഇനി മറ്റൊന്നാണ് ബിറ്റ്സാറ്റ്. ഈ IITസിനോട് കിടപിടിക്കുന്ന രീതിയിൽ ചില പ്രൈവറ്റ് കോളേജസും യൂണിവേഴ്സിറ്റീസും ഇന്ത്യയിലുണ്ട് എഞ്ചിനീയറിങ്ങിന്. അപ്പോൾ അതിലൊന്നാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ. അപ്പം ബിറ്റ്സാറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് ബിറ്റ്സാറ്റ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ബിറ്റ്സാറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബിറ്റ്സ് പിലാനി, ഗോവ, ഹൈദരാബാദ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പസുകളുണ്ടാവും. കിഡിലൻ ക്യാമ്പസാണ്, വേൾഡ് ലെവൽ ആർക്കിടെക്ചർ. നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാവും. അവിടേക്കുള്ള എൻട്രൻസ് ആണ് ബിറ്റ്സാറ്റ്. അപ്പോൾ ഈ എക്സാം എഴുതിയിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബിറ്റ്സിൻ്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് ക്യാമ്പസിൽ BE പ്രോഗ്രാംസും BTech പ്രോഗ്രാംസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മെയിൻലി അവിടെ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ് കാര്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടുത്തെ എക്സാമിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ട്, എൻട്രൻസ് എക്സാമിനുണ്ട്. പക്ഷേ അതിനൂടെ ഇംഗ്ലീഷും പ്രൊഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിങ്, എക്സ്ട്രാ ആയിട്ട് ലോജിക്കൽ റീസണിങ്ങും അബിലിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നതായി ചെക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 130 ക്വസ്റ്റ്യൻസ് ആണ്, അതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഇനി മറ്റൊരു പ്രത്യേകത, അതിൻ്റെ എലിജിബിലിറ്റി ശ്രദ്ധിക്കുക, PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വേണം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, 75% മാർക്ക് ടോട്ടൽ വേണം ഫോർ +2 എത്രയും മാർക്ക് വേണം കേട്ടോ. മിനിമം മാർക്ക് +2 75% അഗ്രിഗേറ്റ് എല്ലാ സബ്ജക്റ്റും കൂട്ടിയിട്ട് അത് വേണം. അതും വർഷത്തിൽ ഒരിക്കലാണ് നടക്കുക. ബിറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പ്ലേസ്മെൻറ്റ് ഉണ്ട്, IITs കൊണ്ട് കിടപിടിക്കുന്ന കോളേജാണ്. അപ്പോൾ എഴുതി കയറി കഴിഞ്ഞാൽ ലൈഫ് സെറ്റാന്ന് തന്നെ വേണം പറയാം. നല്ല ക്യാമ്പസും കേട്ടോ, അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. മറ്റൊന്നാണ് VIT EEE. അതായത് ഒരു പ്രൈവറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബിറ്റ്സ് പോലെയുള്ള ബിർള പോലെ തന്നെയുള്ള വളരെ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് എന്നാണ് പറയുക. അതിൻ്റെ സ്വന്തം എൻട്രൻസ് ആണ് VIT EEE. VITക്ക് ഒരുപാട് ക്യാമ്പസുകളുണ്ട്. വെല്ലൂർ ക്യാമ്പസ് ഉണ്ട്, ചെന്നൈ ക്യാമ്പസ് ഉണ്ട്, അതേപോലെ ഭോപ്പാൽ, AP ഒക്കെ ക്യാമ്പസുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ വെല്ലൂരും ചെന്നൈയും ഉള്ളതാണ്. ഭോപ്പാൽ ക്യാമ്പസും AP ക്യാമ്പസും പുതുതായിട്ട് വന്നതാണ്. പക്ഷേ കിഡിലൻ BTech പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നല്ല എന്തുണ്ട് ഓപ്പണിങ്സ് ഒക്കെ പ്ലേസ്മെൻ്റ് ഒക്കെ അവിടെ വരുന്ന കോളേജാണ്. അതിൻ്റെ എക്സാമിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ബയോളജി, മാത്സ് അല്ലെങ്കിൽ ബയോളജി എഴുതാൻ പറ്റും. ഇവിടെ ചിലപ്പോൾ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചില BTech കോഴ്സസ് BE കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷും ഉണ്ട്, അതേപോലെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. 125 ക്വസ്റ്റ്യൻ ആണ്, അതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഇനി മറ്റൊരു പ്രത്യേകത, +1 +2ൻ്റെ കൂടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിങ്ങൾ പഠിച്ചിരിക്കണം. മിനിമം 60% +2 വേണം. ഇതിനൊക്കെ +2ൻ്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക. ഫ്രീക്വൻസി വൺസ് ഇൻ എ ഇയർ, ഒരിക്കലാണ് വർഷത്തിൽ നടത്താറ് കേട്ടോ. ഇനി അടുത്തതാണ് IMU-CET. ഇവിടെ തൊട്ടാണ് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കയറി വരുന്നത്. IMU-CET അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷിപ്പ് ബിൽഡിംഗ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലിൽ പോകുന്ന അല്ലേ, നിങ്ങൾ എന്താണ് മറൈൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എന്താണ് വേറെ പറയുക, വേറൊരു വേർഡ് ഉണ്ടല്ലോ ഞാൻ മറന്നുപോയി, മെർച്ചൻ്റ് നേവി. യെസ്, മെർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞാൽ ആ കോഴ്സ് അല്ലെങ്കിൽ ആ കരിയർക്ക് എന്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ഒരു പൈസ ഒരു ചിലവില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പഠിക്കാൻ പറ്റും. അതിലേക്കുള്ള എൻട്രൻസിനെ വിളിക്കുന്ന പേരാണ് IMU-CET, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. അതിൻ്റെ കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ എന്തുണ്ട്, ഇതിന് ക്യാമ്പസുകളുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കോഴ്സ് ഒന്ന് BTech ആണ്, മറൈൻ BTech പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ BSc നോട്ടിക്കൽ സയൻസ്, മെർച്ചൻ്റ് നേവിയുടെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അതുപോലെ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് കോഴ്സസും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ഇംഗ്ലീഷ്, GK അതിൽ ഇൻക്ലൂഡഡ് ആണ്. 200 ക്വസ്റ്റ്യൻസ് ആണ് നിലവിലെ പാറ്റേൺ പ്രകാരം. അത് +2ൻ്റെ ശേഷം +2ൻ്റെ കൂടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിരിക്കണം. മിനിമം 60% ഉണ്ടായിരിക്കണം. പിന്നെ അതിന് ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. വിഷൻ ഓക്കെ ആയിരിക്കണം. അതുപോലെ മെഡിക്കലായിട്ട് സ്റ്റാൻഡേർഡ്, നിങ്ങൾക്ക് വികലാംഗത്വമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യില്ല, എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ചില മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ക്രാക്ക് ചെയ്ത് വിത്ത് ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് ഈ IMU-CET ത്രൂ കിഡിലനായിട്ട് നല്ല പ്ലേസ്മെൻ്റ് ഉള്ള ഒരു കോളേജസിൻ്റെ സെറ്റപ്പിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമാണ് IMU-CET. നെക്സ്റ്റ് ഈസ് UGEE. ഇതൊന്നും അത്ര കോമൺ അല്ലാത്ത എക്സാമാണ്, നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ്. IIT പോലെയുള്ള IITs ഉണ്ട്. IIT, അപ്പോൾ IIT എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് ഹൈദരാബാദാണ്. IT, ഇൻഫർമേഷൻ ടെക്നോളജി, CS, AI, ഡാറ്റ, കമ്പ്യൂട്ടിങ്ങിലൊക്കെ പുതുതായിട്ട് ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു ക്യാമ്പസാണ് IIT ഹൈദരാബാദ്. അവിടേക്ക് JEE മെയിൻസ് ത്രൂ എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ JEE മെയിൻസിലെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ BTechഉം ഡ്യുവൽ ഡിഗ്രിയിലൊക്കെ എൻറോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് അവരൊന്ന് നടത്തുന്ന എക്സാമാണ് ഇയാൾ. അപ്പോൾ +2ൻ്റെ കൂടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിക്കാം. ഇനി JEE ത്രൂ മെയിൻ സ്കോർ ത്രൂ നിങ്ങൾക്ക് കയറാൻ പറ്റും. അതിനുപരിയായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, പാരലായുള്ള ഒരു ഓപ്ഷനാണ് UGEE എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ അതിന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അതായത്
ജെയുടെ പോലത്തെ എക്സാംസ് അല്ല, കുറച്ചുകൂടി സയൻസ് +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക പേപ്പറാണ് അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുള്ള കമ്പ്യൂട്ടറിൽ നല്ല താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. അവരുടേതായ സ്വന്തമായിട്ടുള്ളൊരു സിലബസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ ഭയങ്കര കിഡിലും പ്ലേസ്മെൻ്റ് ഉള്ള റീസെൻ്റ് ആയിട്ട് 3 കോടിനടുത്ത് പ്ലേസ്മെൻറ്റ് കിട്ടിയതൊക്കെ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടേക്കുള്ള എക്സാമാണ് UGEE. ഇനി നമുക്ക് പ്യുവർ സയൻസിലോട്ട് പോകാം. അതായത് സയൻസ് മാത്രം പഠിക്കുന്ന പ്യുവർ സയൻസ് ഫീൽഡിലോട്ട് നമുക്കൊന്ന് കിടക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് ആദ്യം എഞ്ചിനീയറിംഗിലാണ് അല്ലേ. അപ്പോൾ പ്യുവർ സയൻസിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഐസർ. ഓക്കെ, ഐസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സയൻസിൻ്റെ റിസർച്ച് സെൻറ്റേഴ്സാണ്. അപ്പോൾ അത് ബാംഗ്ലൂരുണ്ട്, ഭോപ്പാലിലുണ്ട്, ഭുവനേശ്വറിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് JEE അഡ്വാൻസ് ത്രൂ ആണ് ശരിക്കും പ്രവേശനം. JEE അഡ്വാൻസ് ത്രൂ ആണ് പ്രവേശനം. അല്ലെങ്കിൽ KVP ഇപ്പോൾ നിലവിലില്ല. SCB പോലുള്ള ചില റിസർച്ച് ചാനൽസ് ത്രൂ അവിടേക്ക് അഡ്മിഷൻ ഇല്ല. അതൊക്കെ വളരെ റയറാണ്. JEE അഡ്വാൻസ് ത്രൂ പല സീറ്റ്സും ഫില്ല് ചെയ്യാറില്ല. JEE അഡ്വാൻസ് ത്രൂ ഫില്ല് ചെയ്യാത്ത സീറ്റുകൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി IIT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം അവർ നടത്തും. അതിൽ MCQ ആണ്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മാത്സും ബയോളജിയും എക്സാമിനുണ്ട് കേട്ടോ. മാത്സ് മാത്രമല്ല, മാത്സ് ആൻഡ് ബയോളജി ഉണ്ട്. മാത്സ് ഓർ ബയോളജി അല്ല, മാത്സും ബയോളജി എഴുതണം. 180 മാർക്സ് ആണ്. കിഡിലൻ കോഴ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. 5 ഇയറിലും കൊണ്ട് നിങ്ങൾക്ക് BSMS, അതായത് ഡ്യുവൽ ഡിഗ്രിയാണ്. അതായത് BSഉം MSഉം, അതായത് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഓഫർ ചെയ്യുന്ന BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സാണ് ഈ കോളേജ് ഓഫർ ചെയ്തത്. കിഡിലനാണ്. നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഒക്കെ ഫസ്റ്റ് ഇയറിൽ പഠിക്കും. പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഓരോരോ സബ്ജക്ട്സിൽ വേണേൽ ഫോക്കസ് ചെയ്ത് തുടർന്ന് പഠിക്കാനൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാമാണ്, ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്ന കോളേജാണ് ഇയാൾ. നല്ല ഓർത്ത് വെക്കുക കേട്ടോ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വൺസ് ഇൻ എ ഇയർ ആണ്. JEE അഡ്വാൻസിന് ശേഷം ജൂൺ മാസങ്ങളിലാണ് IITയുടെ എക്സാംസ് ഉണ്ടാവുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, JEE അഡ്വാൻസ് ത്രൂവും ഇതിൽ ഐസറിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അഡ്വാൻസ് ത്രൂ കയറാൻ പറ്റാത്തവർക്കാണ് IIT ത്രൂ കയറാൻ പറ്റും കേട്ടോ. IIT ഓർത്ത് വെച്ചോ. ഇനി മറ്റൊന്നാണ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐസർ പോലെ തന്നെയുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചില കോളേജുകളുണ്ട്. അതാണ് ഐസറിന് പകരമുള്ളതാണ് നൈസർ. അപ്പം നൈസർ അതേപോലെ CEBS എന്ന് പറഞ്ഞാൽ ചില സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള അഡ്മിഷൻസിനെ വിളിക്കുന്ന പേര് നെസ്റ്റ് എന്നാണ് കേട്ടോ. നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റാണ്. അപ്പോൾ അവിടെ റിസർച്ച് എന്നാണ് മെയിൻ വരുന്നത്. അപ്പോൾ അതിൽ ബയോളജി കെമിസ്ട്രി മാത്സ് ഫിസിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അതിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിലൂടെ ജനറൽ ന്യൂമറിക്കൽ എബിലിറ്റിയും കൂടി ചെക്ക് ചെയ്യുന്നൊരു എക്സാമാണ്. 290 മാർക്സിൻ്റെ ഒരു എക്സാമാണ്. റിട്ടേൺ പേപ്പറൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും +2ന് ശേഷം +2ൻ്റെ കൂടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കണം. അതിൽ ഡേറ്റ് ലിമിറ്റേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ വർഷത്തെ കേസാണ് പറയുന്നത്. ഫോർ 2025 എക്സാം എഴുതുകയാണെങ്കിൽ 2024 ശേഷം ജനിച്ചവർക്ക് പറ്റും. അതായത് ഒരു വയസ്സിൻ്റെ മുകളിൽ വരെ എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ യങ്ങായിട്ട് എടുത്തിട്ട് നല്ല റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനുള്ള ഒരു കോളേജാണ് ഇവർ കേട്ടോ. അതും വർഷത്തിൽ ഒരിക്കലാണ് അവർ നടത്തുക കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ഈ ഐസറും നൈസറും ഒക്കെ നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലാണ്, സയൻറ്റിഫിക് റീസണിങ്ങിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നല്ല എക്സ്പോഷർ കിട്ടും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭാവി പുറത്തൊക്കെ PhD അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നല്ല PhD ഒക്കെ എൻറോൾ ചെയ്യാൻ നല്ലൊരു സ്കോപ്പുള്ള ഒരു സംഭവമാണ്. ഇനിയാണ് CUT UG. ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സാം എന്ന് വേണമെങ്കിൽ അറിയപ്പെടുന്ന എക്സാമാണ് CUT UG. അതായത് ഇന്ത്യയിൽ പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസും പണ്ട് മുതലേയുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇനി അതല്ലാതെ തന്നെ ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോളേജസ് ഇന്ത്യയിലുണ്ട് അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ പണ്ട് അവർക്കൊക്കെ ഓരോരോ സെപ്പറേറ്റ് എക്സാം എഴുതലായിരുന്നു. ഇപ്പോൾ എന്തായത് ഒരു കോമൺ എക്സാമായി. അതേപോലെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തമിഴ്നാട്ടിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു 200-500ഓളം കോളേജസും യൂണിവേഴ്സിറ്റീസൊക്കെ ചേർന്നിട്ടുള്ള ഒരു കോമൺ എക്സാമാണ്. അപ്പോൾ ഒറ്റ എക്സാം എഴുതി അതിലെ മാർക്ക് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ലക്ഷക്കണക്കിന് UGCസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ സയൻസ് വരുന്നുണ്ട്, കൊമേഴ്സ് വരുന്നുണ്ട്, ആർട്സ് വരുന്നുണ്ട്, പല കോമ്പിനേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, 250ൻ്റെ മുകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അതിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റി കൂടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലും ഇതിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യും. ഒരു 500ന് മുകളിൽ കോളേജസും അതിൽ ലക്ഷക്കണക്കിന് UG സീറ്റും ഉണ്ട്. അപ്പോൾ ഒറ്റ എക്സാം മതി ഇതിലൊക്കെ ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ്, ഇത് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ സ്കോപ്പ് ഉണ്ട്. ഡൊമൈൻ നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, മാത്സ് ആണോ, ഹിസ്റ്ററി ആണോ, ആർട്സ് ആണോ, എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ള അതിൻ്റെ ഡൊമൈൻ സബ്ജക്ട്സ് വിളിക്കും. പിന്നെ ഒരു ലാംഗ്വേജ് എഴുതണം, പിന്നെ ഒരു ജനറൽ ടെസ്റ്റൊക്കെയാണ് കാര്യമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഒരു മിക്സ്ഡ് പരിപാടി, അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. ആൻഡ് അതും NT ആണ് നടത്തുന്നത്.
10ാം ക്ലാസ്സിന് ശേഷം +2ൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ പഠിച്ചാലും സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ഏത് പഠിച്ചാലും ഇത് ഓക്കെയാണ്. അതിന് മിനിമം മാർക്കിൻ്റെ കണ്ടീഷനില്ല, മിനിമം എത്ര 45 മാർക്ക് എന്തോ മതി. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കയറാൻ പറ്റിയൊരു ഓപ്ഷനാണ്. വർഷത്തിൽ ഒരിക്കലാണ് നടത്തുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, CUT-UG ഇന്ത്യയിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സയൻസ്, ആർട്സ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കോഴ്സസ് ഡിഗ്രി പഠിക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ ഈ ചങ്ങാതിയാണ്, CUT-UG ആണ്. ഇനി നിയമവുമായി ബന്ധപ്പെട്ട ഒരുപാടുണ്ട്. നിയമവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ക്ലാറ്റ്. ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സാമാണ് ക്ലാറ്റ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് പറയുക. BA LLB +2ന് ശേഷം 5 വർഷം കൊണ്ട് ഒരു BA അല്ലെങ്കിൽ BSc LLB ഒക്കെ ഓഫർ ചെയ്യുന്ന കോളേജസ് ആണ്. NLUs ഉണ്ട്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇന്ത്യയിൽ മൊത്തമായിട്ട് 24 ഇനി തുടങ്ങാൻ പോകുന്ന 2-3 ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്കൊക്കെയുള്ള BA LLB BSc LLB ഒക്കെ ക്ലാറ്റ് ത്രൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എക്സാമിൽ ഇംഗ്ലീഷ്, GK, ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, മാത്സ് ഒക്കെ വരിക. വളരെ ബേസിക് മാത്സാണ് വരിക. അപ്പോൾ ഇത് സയൻസ് കുട്ടികൾക്ക് മാത്രമല്ല ആർക്കും എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ ലീഗൽ റീസണിങ്ങും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ കുറച്ച് എക്സ്ട്രാ കോച്ചിങ് എടുക്കാനും GK പഠിച്ചു കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. 120 മിനിറ്റ്സ് 120 ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ സുഖത്തിൽ നിങ്ങൾക്ക് NLUസിൽ LLB കയറാൻ പറ്റും കേട്ടോ. LLBയുടെ കൂടെ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയും കൂടി കിട്ടും, BAയും കിട്ടും, BScയും കിട്ടുന്ന കോഴ്സസ് ഉണ്ട്. IT LLB എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. BSc IT LLB ഒക്കെ ഉണ്ട്. റെഡി. ഇനി അടുത്തത് എന്താണ്, ഇതിൻ്റെ എലിജിബിലിറ്റി +2ന് ശേഷം എന്താണ്, +2ൽ മിനിമം 45% വേണം. SC ST ആണ് 40%. വളരെ ചെറിയ കട്ട് ഓഫ് ആണ്. വർഷത്തിൽ ഒരിക്കലാണ് നടത്തുക. നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള സിംഗിൾ ഗേറ്റ് വേ ആണ് ഇയാൾ കേട്ടോ. ഇനി അതല്ലാതെ കേരളത്തിലെ ലോ കോളേജസ് ഉണ്ട്. അപ്പോൾ കോഴിക്കോടും എറണാകുളത്തും ട്രിവാൻഡ്രത്തൊക്കെ ലോ കോളേജുകളുണ്ട് അല്ലേ. അവിടേക്കുള്ള അതുപോലെയുള്ള പല ലോ കോളേജിലേക്കുള്ള എൻട്രൻസ് ആണ് ക്ലീ. അപ്പോൾ അത് സ്റ്റേറ്റ് ലെവലിലേക്കുള്ളതാണ്. കീം പോലെ എഞ്ചിനീയറിങ്ങിനുള്ള പോലെ ഇവിടെ ഉള്ളതാണ് ക്ലീ. അപ്പം ഇതും 5 ഇയർ LLB, BA LLB, BSc LLBയിലൊക്കെ അഡ്മിഷൻ ഉണ്ട്. അതല്ലെങ്കിൽ 3 ഇയർ LLB ഒക്കെ കിട്ടാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. 3 ഇയർ കൊണ്ട് നിങ്ങൾക്ക് LLB പഠിച്ചിറങ്ങാനും പറ്റും. ഒരു ഡിഗ്രി കിട്ടില്ല, ഡിഗ്രി 2 വർഷം കൂടി അധികം പഠിച്ചാൽ കിട്ടും. അപ്പോൾ അതിലേക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ നോളജ് ഒക്കെ ഉള്ളൂ. മാത്സ് ഒന്നുമില്ല. അപ്പോൾ മാത്സോ ഫിസിക്സോ കെമിസ്ട്രി ഒന്നും ഇവിടെ ഇല്ല. ലീഗലും പിന്നെ ജനറലും ആയിട്ടുള്ള നോളജേ ഉള്ളൂ. MCQ ആണ് വരിക. അത് പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ്. അപ്പോൾ 10ാം ക്ലാസ്സിന് ശേഷം എന്താണ് 5 വർഷത്തിലേക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ എത്ര മിനിമം മാർക്ക് വേണം. ഡിഗ്രി കഴിഞ്ഞിട്ട് +2ൻ്റെ ശേഷം ആക്ച്വലി 3 വർഷം കൊണ്ട് LLB ഇല്ല, ഡിഗ്രി കഴിഞ്ഞിട്ടാണ് 3 വർഷം കൊണ്ട് LLB. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രിക്ക് ശേഷം 3 ഇയർ LLB ചെയ്യാൻ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ 3 ഇയർ LLB നിങ്ങൾക്ക് നിലവിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് 5 ഇയർ കൊണ്ട് കിട്ടുള്ളൂ കേട്ടോ. വൺസ് ഇൻ ആൻ ഇയർ ആണ് നടത്തുക. അപ്പോൾ കേരളത്തിലെ ഒരു ലോ കോളേജിൽ പഠിക്കണം, ഈ എക്സാം മിനിമം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഇനി ALET എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ NLUസിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ് NLU ഡൽഹി. ഇവർക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമാണ്. ഇത് കുറച്ചുകൂടി എന്താണ്, ഡൽഹി സുപ്രീം കോടതിയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ NLUവിന് കുറച്ചുകൂടി വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള എക്സാമാണ് ALET. ഓൾമോസ്റ്റ് സെയിം ആണ്, GK, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ഒക്കെയാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് എന്താണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അവിടെ ഡൽഹിയിലുള്ള ഡൽഹി NLUവിന് മാത്രമായിട്ടാണ് ഇയാൾ ത്രൂ ഉള്ള എൻട്രൻസ് ഉള്ളത് കേട്ടോ. റെഡി. അപ്പോൾ ഇത് കുറച്ചൊരു സ്പെഷ്യൽ എക്സാമാണ്. ഇനി നമുക്ക് ഡിസൈൻ ഫീൽഡിലോട്ട് പോകാം. ഡിസൈൻ ഫീൽഡിൽ NID DAT എന്നാണ് എൻ്റെ പേര് കേട്ടോ. NID ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. NID എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ്. അവിടുത്തെ DAT ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഡിസൈൻസ് ഉണ്ട്, അത് ഫാഷൻ ആയിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ, അങ്ങനെ കുറേ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അല്ലേ, ഒരുപാട് വലിയ ഫീൽഡാണ്. അപ്പോൾ അവിടേക്കുള്ള കോമൺ ആയിട്ടുള്ള DAT എക്സാമാണ്. അപ്പോൾ അവിടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ BSc എന്നൊക്കെ പറയുന്ന പോലെ ഡിസൈൻ, BDes എന്നാണ് എഴുതുക. ഡിസൈൻ ബാച്ചിലർ ഇൻ ഡിസൈൻ ആണ്. NID ക്യാമ്പസുകളുണ്ട്, അഹമ്മദാബാദൊക്കെ പോലെയുള്ള ഒരുപാട് ടോപ്പ് NID ക്യാമ്പസ്, നല്ല പ്ലേസ്മെൻ്റ് ആയിരിക്കും, നല്ല ഒരുപാട് കോഴ്സ് ഓഫർ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് ആദ്യം ഒരു പ്രിലിംസ് ഉണ്ടാവും ഓൺലൈനായിട്ട്, അതിനുശേഷം മെയിൻസ് എക്സാം ഉണ്ടാവും. അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ പോയിട്ട് സ്റ്റുഡിയോ ടെസ്റ്റ് ഉണ്ടാവും. അതായത് ഡിസൈൻ വരയ്ക്കാനും മറ്റു കാര്യങ്ങളും ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. പക്ഷേ ഇത് ത്രൂ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനിൽ ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണോ, അത് ജസ്റ്റ് ഒരു ഫാഷൻ ഡിസൈൻ മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് അത് ഡിസൈൻസ് ഉണ്ട്, വലിയ ഫീൽഡാണ്. UI UXലൊക്കെ അവിടെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്, ഗെയിം ഡിസൈനിങ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല പാക്കേജൊക്കെ വരുന്ന കിടിലൻ കോഴ്സാണ്. 10ാം ക്ലാസ്സിന് ശേഷം +2 ഏത് സ്ട്രീം അടിച്ചവർക്ക് ഈ എക്സാംസ് എഴുതാൻ പറ്റും. ഇനി മറ്റൊന്ന് വർഷത്തിൽ ഒരിക്കലാണ് ഇയാൾ എഴുതുന്നത് കേട്ടോ. പ്രത്യേകമായിട്ട് ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ഉള്ളതുകൊണ്ട് തന്നെ സ്പേഷ്യൽ എബിലിറ്റി, വിഷ്വൽ മെമ്മറി, ഡിസൈൻ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ഒക്കെയാണ് ബേസിക്കലി ഈ എക്സാംസിലൂടെ ടെസ്റ്റ് ചെയ്യുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒന്നല്ല, പക്ഷേ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്ട്സിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. പിന്നെ ഒന്നാണ് NIFT,
ഫാഷൻ ടെക്നോളജിയുടെ സ്പെഷ്യലൈസ്ഡ് ആയ നാഷണൽ കോളേജസ് ആണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എൻട്രൻസ് എക്സാം. ചില കോഴ്സ് NIDയിൽ ഓഫർ ചെയ്യുന്നുണ്ട്, പക്ഷേ പക്ക ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് അതുമായി ബന്ധപ്പെട്ടതാണ് NIFT. അപ്പോൾ അവിടെയും ബാച്ചിലർ ഇൻ ഡിസൈൻ ഉണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ ഫാഷൻ ടെക്നോളജിയിലുള്ള ബാച്ചിലേഴ്സ് ഉണ്ട്. പിന്നെ മാസ്റ്റേഴ്സ് ഇതില്ലാതെ ബാച്ചിലേഴ്സില്ല ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇത് നിങ്ങൾക്കില്ല. റെഡി. അവരുടെ എക്സാം GAT, അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ലോജിക്കൽ റീസണിങ് ഉണ്ട്. പിന്നെ ഒരു CAT ഉണ്ട്, ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്. നിങ്ങൾ ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്ന് ചോദിച്ചിട്ടുള്ള വരച്ചുകൊണ്ടുള്ള എഴുതിയോണ്ടൊക്കെ ഉള്ള പല ക്രിയേറ്റീവായിട്ടുള്ള ടെസ്റ്റുകളാണ് അതിലുണ്ടാവുക. പ്ലസ് സിറ്റുവേഷൻ ടെസ്റ്റ്, ഒരു പ്രത്യേക സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എങ്ങനെ അവിടുത്തെ ഡിസൈനൊക്കെ മാറ്റുന്നു എന്നൊക്കെ രീതിയിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു വെറൈറ്റി സംഭവമാണ്. റെഡി. അപ്പോൾ മറ്റൊന്ന്, അത് ഏത് സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കോഴ്സ് എഴുതാൻ പറ്റും. ഒരുപാട് NIFTs ഉണ്ട്, കേരളത്തിലൊക്കെ NIFT ഉണ്ട്. നല്ല ഒരുപാട് കോഴ്സ്, ഫോട്ടോഗ്രാഫി ഒക്കെ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. NIFTയിലും NIDയിലൊക്കെ ഫോട്ടോഗ്രാഫീൻ്റെ കോഴ്സൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, വീഡിയോഗ്രാഫീൻ്റെ കോഴ്സൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഒന്നാണ് UCED എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ. അതായത് ഡിസൈനിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി പ്രീമിയർ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എസ്പെഷ്യലി IIT ബോംബെയിൽ, IIT ഡൽഹിയിൽ, IIT ഗുവാഹത്തി ആൻഡ് IIT IIT DM ആണ്. IIT DM ഏതാണെന്ന് പ്രോപ്പറായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് UCED എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് കുറച്ചുകൂടി എലൈറ്റ് ക്ലാസ്സാണ്. അവിടെയുള്ള എന്താണ് ഈ ബാച്ചിലേഴ്സ് കോഴ്സിന് സെപ്പറേറ്റ് എക്സാമാണ്, ദാറ്റ് ഈസ് UCED. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അബിലിറ്റീസാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി ക്രിയേറ്റിവിറ്റിയാണ് അവിടെ കൂടുതൽ ടെസ്റ്റ് ചെയ്തത്. ഇംഗ്ലീഷ് പോലുള്ള ബേസിക് ലാംഗ്വേജ് സ്കില്ലും അതേപോലെ റീസണിങ് അബിലിറ്റിയും ഇവിടെ എന്തായാലും വേണം. റെഡി. ഇനി മറ്റൊന്ന്, നിങ്ങൾക്ക് +2ൻ്റെ ഏത് സ്ട്രീം അടിച്ചാലും മതി, പക്ഷേ മാക്സിമം 2 അറ്റംപ്റ്റ് അവരെന്തെങ്കിലും സ്വീകരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് IIT ബോംബെ ആണ് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാറ്. അപ്പോൾ UCED വളരെ വളരെ പാക്കേജ് കൂടിയ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കോഴ്സസാണ് ഓഫർ ചെയ്യുന്നത്. സോ UCED ഡിസൈനിൽ താല്പര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വൺസിന് ഇയർ ആണ് കേട്ടോ UCED ത്രൂ ഉള്ളത്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള NID കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പ്രസ്റ്റീജിയസ് NIFT അല്ല, UCED ആണ്. ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആണ് കേട്ടോ. ഇനി UPST എന്ന് പറഞ്ഞ വേറെ എക്സാംസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള UPES എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു കോളേജാണ്. അത് ഡിസൈനുമായി ബന്ധപ്പെട്ട കോളേജാണ്. അവിടേക്കുള്ള എക്സാമാണ് UPST. ഡീറ്റെയിൽസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇതും എന്താണ്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. അവിടുത്തെ എന്താണ് UPS സ്കൂൾ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യൽ എൻട്രൻസ് എക്സാമാണ് കേട്ടോ. ഇനി അതല്ലാതെ വേറെ ചില എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അതൊന്നാണ് NDA. നിങ്ങളുടെ വളരെ വളരെ നിങ്ങൾ കേട്ടുവച്ച സിനിമയിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആർമിയിൽ പല രീതിയിൽ ജോയിൻ ചെയ്യാം. സാധാരണ ജവാനായി ജോയിൻ ചെയ്യാം. അതിലുപരി നിങ്ങൾ കമ്മീഷണർഡ് ഓഫീസറായിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു ക്യാപ്റ്റൻ റാങ്കിൽ തന്നെ കയറി നിങ്ങൾ അണ്ടറിൽ തന്നെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് വരുന്ന, അത് ചെറിയ ഏജിൽ 21, 22 ഏജിൽ നിങ്ങൾ ഉത്തരവാദിത്തം വരുന്ന കമ്മീഷണർഡ് ഓഫീസറായിട്ട് കയറണോ, അതിന് ഉള്ള എക്സാമാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമാണ്. NDA ആൻഡ് NA എന്നാണ്, പക്ഷേ NDA നമ്മൾ അറിയപ്പെടാറ് കേട്ടോ. ഡിഫൻസ് സർവീസിലേക്കുള്ള കമ്മീഷൻ കോഴ്സിലേക്ക് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന സംഭവമാണ്. സത്യം പറഞ്ഞാൽ IIT ബോംബെയിൽ കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ NDA ക്രാക്ക് ചെയ്യാൻ. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാമാണ്. അത്രയും സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ ഇതിൽ കയറുകയുള്ളൂ. വളരെ ചെറിയ 200 കോട്ട അങ്ങനെയുള്ളൂ. ഇപ്പോൾ ഗേൾസിനും കൂടി ഒന്നുകൊണ്ട് ഐ തിങ്ക് കുറച്ചും കൂടി സീറ്റ് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് സീറ്റ്സ് അവിടെ ഉള്ളൂ. അപ്പോൾ അത് മാത്സ് ഉണ്ട്, അതേപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ വളരെ കോംപ്ലിക്കേറ്റഡ് ടഫായിട്ടുള്ള സാധനം, നല്ല അത്രയ്ക്ക് മനക്കരുത്തുള്ളവർ ഇത് ക്രാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റട്ടെ, നിങ്ങൾ താല്പര്യമുള്ളവർ നിങ്ങൾ സീരിയസ് ആയി പഠിക്കുക. ടോട്ടൽ 1800 മാർക്കിൻ്റെ വലിയൊരു സംഭവമാണ്. SSB ഇൻ്റർവ്യൂവിനൊക്കെ മാർക്കുണ്ട്, അതായത് മാത്സും ഗാറ്റും കൂടി കൂട്ടി കഴിഞ്ഞാൽ 800 ഉള്ളൂ. ബാക്കി ഐ തിങ്ക് SSB ഇൻ്റർവ്യൂവിന് 1000 മാർക്ക്. അപ്പോൾ നല്ല ക്യാരക്ടർ ഉള്ളവർക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല കണ്ടന്റ് നോളജ് വേണം. മാത്സ് നല്ല സ്ട്രോങ് ആയിരിക്കണം, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്സ് ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണം, ലാംഗ്വേജ് സ്ട്രോങ് ആയിരിക്കണം, നല്ല ക്യാരക്ടർ ആയിരിക്കണം, നല്ല ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ എലിജിബിലിറ്റീസ് ഉണ്ട്. പിന്നെ അൺമാരീഡ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ. അൺമാരീഡ് ആണ്, ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. അത് 19 വയസ്സ് വരെ മാക്സിമം പറ്റുള്ളൂ. 16 മുതൽ 19 വയസ്സുള്ളൂ. വർഷത്തിൽ 2 തവണ NDA എക്സാംസ് ഉണ്ട് കേട്ടോ. അതായത് നേരെ നിങ്ങൾ ക്യാപ്റ്റൻ എന്താണ് ഒരു കമ്മീഷൻ ഓഫീസായി കയറുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഗ്രസീവ് പോകാം. അല്ലാതെ നിങ്ങളൊരു ജവാനായി കയറിയാൽ ഒരിക്കലും നിങ്ങൾ കമ്മീഷനിലെത്തില്ല. അതൊക്കെ നോൺ കമ്മീഷൻ NCOs ആണ്. ഇത് കമ്മീഷണർഡ് ഓഫീസർ COs ആണ് കേട്ടോ. ഓക്കെ. ഇനി നാറ്റ ശരിക്കും ഡിസൈനിൽ വരുമെന്ന് വെച്ചാൽ ഡിസൈനിൽ വരും, പക്ഷേ ബേസിക്കലി ആർക്കിടെക്ചറാണ്. അതായത് BARC പോലുള്ള കോഴ്സിൽ BARC, അതേപോലെ പ്ലാനിംഗ് എന്ന് പറഞ്ഞ കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഉള്ളതാണ് ബേസിക്കലി ആർക്കിടെക്ചറിനാണ് നാറ്റ. അപ്പോൾ അത് BARC പ്രോഗ്രാം ഇന്ത്യയിൽ അക്രോസ് ചെയ്തതിനുള്ള മിനിമം ക്വാളിഫിക്കേഷനാണ് നാറ്റ. അപ്പോൾ അത് 2 പാർട്ടുണ്ട്. അതിലൊരു പാർട്ട് ഡ്രോയിങ്, വരയ്ക്കാൻ അറിയണം. അപ്പോൾ ആർക്കിടെക്ചർ ആകുമ്പോൾ വരയ്ക്കാൻ അറിയണം. അപ്പോൾ അതിലൊരു എക്സാം വരയ്ക്കൽ തന്നെയാണ്, ഡിസൈഡിങ് അല്ല. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, MCQ ഉണ്ട്. 200 മാർക്കാണ്. അത് COA, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറാണ് നടത്തുക. +2 ഇവിടെ മാത്സ് നിർബന്ധമായിട്ടും പഠിക്കണം. മിനിമം +2 50% മാർക്ക് ഉണ്ടായിരിക്കണം. വർഷത്തിൽ എനിക്കൊന്ന് മൾട്ടിപ്പിൾ 3-4 തവണ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നാറ്റ എക്സാം എഴുതി 5-6 തവണ ഒക്കെ ഉണ്ട് തോന്നുന്നു.
അപ്പോൾ എങ്ങനെയെങ്കിലും എഴുതി നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ ആർക്കിടെക്ചർ താല്പര്യമുള്ളവർക്കുള്ള ഒരു എക്സാമാണിത്. അപ്പോൾ ഇത് എഴുതി ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു BArch പ്രോഗ്രാമിന് എൻറോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഒന്നാണ് IP മാറ്റ്. നിങ്ങൾ IIMs കിട്ടുന്നുണ്ടാവും. IIMs പറഞ്ഞാൽ എന്താ, ഇന്ത്യയിലെ ടോപ്പ് മാനേജ്മെൻറ്റ് കോളേജസാണ് അല്ലേ, മാനേജ്മെൻറ്റ് കോളേജ്. അത് സാധാരണ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് MBA ഓഫർ ചെയ്യുന്നത്. എന്നാൽ +2 ശേഷം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് നിങ്ങൾക്കൊരു IIM പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന IP മാറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇയർ IPM ഉണ്ട്. IPM എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാണ്. നിങ്ങൾ +2 ശേഷം കയറുമ്പോൾ നിങ്ങൾക്കൊരു BBAയും കിട്ടും MBAയും കിട്ടും 5 വർഷം കൊണ്ട്. അത് എവിടെ പഠിക്കുക, IIM എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എന്താണ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടുത്തെ ഇതിൽ പഠിക്കാനുള്ളതാണ് IP മാറ്റ് ത്രൂ നിങ്ങൾക്ക് ചില IIMകളിൽ ഈ കോഴ്സ് ചെയ്യാം, വേറെ IIMകളിൽ ജിപ്മാറ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് എക്സാം അത്ര സ്റ്റഫൊന്നുമല്ല, പക്ഷേ നല്ല വേറെ ടോപ്പിക്സാണ്. വെർബൽ എബിലിറ്റി, നല്ല വേർഡ്സിൻ്റെ ചാതുര്യം നിങ്ങൾക്ക് വേണം, നല്ല ലാംഗ്വേജും വൊക്കാബുലറിയും വേണം. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, നിങ്ങൾക്ക് നല്ല റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, അതായത് കാൽക്കുലേഷൻ ആൻഡ് പെർസെൻറ്റേജ് റേഷ്യോ പോലുള്ള ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി നിങ്ങൾക്ക് ഭയങ്കരമായി വേണം. അല്ലാതെ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒന്നല്ല. പിന്നെ MCQ ഉണ്ട്. പിന്നെ 150 മാർക്സിനാണ് അവിടെ വരുന്നത്. ഇത് IIM ഇൻഡോർ ആണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇത് ത്രൂ IIM റോത്തക്കിലേക്കും റാഞ്ചിയിലേക്കും ജമ്മുവിലേക്കും ഇൻഡോറിലേക്കും ഇവർക്ക് 4 പേരിലേക്കാണ് ബേസിക്കലി IP മാറ്റ് ഉള്ളത് കേട്ടോ. ക്വാളിഫിക്കേഷൻ +1 +2 ശേഷം മിനിമം 60% മാർക്ക് വേണമെന്നുള്ളൂ. ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. വർഷത്തിൽ ഒരു ലെവലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തവണ എക്സാം നടത്തുള്ളൂ. ഇനി ഇതല്ലാത്ത ചില IIMs ഉണ്ട്, അവിടെ ഇൻ്റഗ്രേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IIM ബോധ് ഗയയും അതേപോലെ IIM ജമ്മുവിലേക്കും ജിപ്മാറ്റ് ത്രൂ ഇതേ പറഞ്ഞ കോഴ്സിനെ എൻറോൾ ചെയ്യാൻ പറ്റും. കണ്ടീഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ജിപ്മാറ്റും ഉണ്ട് IP മാറ്റും ഉണ്ട്. അവർ സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ 2 എക്സാം നടത്തുന്നുള്ളൂ. ഇനിയാണ് CMI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് മാത്സിൽ നല്ല ക്രേസ് ഉണ്ടോ, CMI ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ മാത്സ് സ്റ്റാറ്റിക് കിഡിലും വേറെ ലെവലാണ്. നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും, നല്ല മാത്സിൽ റിസർച്ച് ചെയ്യാനും നല്ല ഐഡിയ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അത് BSc മാത്സ്, CS മാത്സ്, ഫിസിക്സ്, ഡാറ്റാ സയൻസിനൊക്കെ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ചങ്ങാതി. ഡാറ്റാ സയൻസ് ഒക്കെ CMAയിൽ പഠിച്ചാൽ നിങ്ങൾ വേറെ ലെവൽ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം മാത്സ് ആണ് അവിടെ മെയിൻസ് ആണ് കേട്ടോ, വേറെ ഫിസിക്സ് ഒന്നുമില്ല. മാത്സിന് തന്നെ വിവിധ തരത്തിലുള്ള ചില അവരുടേതായ എക്സാംസാണ്, പാർട്ട് ടൈം പാർട്ട് B ആയിട്ടുള്ളത്. അവിടെ ഒരു എക്സാം പാറ്റേൺ ആണ്. റിട്ടൺ എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ. റെഡി, നല്ല കോഴ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. +2 കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് മാത്സ് പഠിക്കണം. വൺസ് ഇൻ ആൻ ഇയർ ആണ്. നല്ല മാത്സ് നോളജ്, അതായത് ബേസിക് മാത്സ് അല്ല, മാത്സ് നിങ്ങൾ സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, ഡാറ്റാ സയൻസ് ഇഷ്ടപ്പെടുന്ന ആളാണോ, CMI ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഭയങ്കര പ്യുവർ മാത്സ് പ്രൊമോട്ട് ചെയ്തതിൽ ഇന്ത്യയിൽ ലോകത്തിന് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് CMI കേട്ടോ. ഇനി മറ്റൊന്നാണ് ISA. അതുപോലെ മാത്സിൽ സീരിയസ് ആയിട്ടുള്ളവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സിനോട് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടേക്കുള്ള എക്സാമാണ് ISI. അപ്പോൾ അവിടെ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, BSc മാത്സ് ഉണ്ട്, MSc നോക്കിയില്ല റിസർച്ച് പ്രോഗ്രാംസ്, ഡാറ്റാ സയൻസ് കോഴ്സൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് നിലവിൽ കേട്ടോ. അതും ബേസിക്കലി മാത്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. മാത്സ് ഇവിടെ ഓഫർ ചെയ്യുന്ന ഓൾമോസ്റ്റ് സെയിം കോഴ്സാണ്. അപ്പോൾ ബാച്ചലർ ഇൻ മാത്സ് അതേപോലെ ബാച്ചലർ ഇൻ സ്റ്റാറ്റിക്സ് അവർ ഓഫർ ചെയ്യുന്നത് വളരെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പഠിച്ച ജോലി ഉറപ്പാണ്. ആൻഡ് നിങ്ങൾ വേറെ ലെവലായിരിക്കും, നല്ല പ്ലേസ്മെൻറ്റ് കിട്ടും. +2 കൂടെ മാത്സ് നിർബന്ധമായിട്ട് പഠിക്കണം. വൺസ് ഇൻ എൻ ഇയർ ആണ് ഈ എക്സാം നടത്തുക. ഭയങ്കര ടഫ് എക്സാം ആട്ടോ ഈ 2 ഇത്. ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് CMI ആൻഡ് ISI. ISI സ്റ്റാറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, CMI മാത്സിലാണ്. പക്ഷേ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ് കേട്ടോ. റെഡി, ഇനി വേറെ ചില എക്സാംസ് ഉണ്ട്. NCHMM, അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ്. നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിലൊക്കെ ചില കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളിലേക്കുള്ള കോമൺ എക്സാമിനാണ് വിളിക്കുന്നവരാണ് NCHM JE, നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാം. അപ്പോൾ BSc ഹോസ്പിറ്റാലിറ്റിയും ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് NCHMCT എന്ന് പറഞ്ഞ കോളേജും അവരുടെ ക്യാമ്പസുകളുണ്ട്. നാഷണൽ ലെവലിലുള്ള കോളേജസ് ആണ്, പല സ്ഥലങ്ങളിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കറക്റ്റ് എക്സാക്ട് ഡീറ്റെയിൽ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. അവിടേക്കുള്ളതാണ്. അതിൽ ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, GK, ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള നമ്മുടെ GK റീസണിങ് ആണ് വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് ആണ്, CBT ആണ് കേട്ടോ. അപ്പോൾ അത് +2 കൂടെ ഇംഗ്ലീഷ് മാൻഡേറ്ററി നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എന്തായാലും പഠിക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ല. വൺസ് ഇൻ എ ഇയർ ആണ് നിങ്ങളിത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്ത് വരുന്നുണ്ട്, ഈ NCHMCT അണ്ടറിലാൻ പറയാം ഒരുപാട് കോളേജ് വരുന്നുണ്ട്. അതിൽ എത്ര ഉണ്ട്, 68 സെൻട്രൽ ഗവൺമെൻറ് IHMs ഉണ്ട്. കേരളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ 1-2 ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടേക്കൊക്കെ ഈ എക്സാം ത്രൂ ആണ്. ഒരുപാട് സീറ്റ് ഉണ്ട്, വളരെ എളുപ്പമുള്ള എക്സാമാണ്, ആർക്കും എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാമാണ് ഇയാൾ കേട്ടോ. പിന്നെ ഒന്നാണ് NCT, അതായത് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ടീച്ചിങ്ങിലേക്ക്, അതായത് നിങ്ങൾ എന്ത് കേട്ടിട്ടുണ്ടാവും,
B.Ed കിട്ടില്ലേ. പക്ഷേ B.Ed ഡയറക്റ്റ് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി കഴിഞ്ഞ ശേഷം B.Ed ചെയ്യാൻ പറ്റും. എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ NCET എന്ന് പറഞ്ഞ ത്രൂ എക്സാം ത്രൂ നിങ്ങൾക്ക് +2ൻ്റെ ശേഷം ഒരു ഡിഗ്രിയും B.Ed ഒരുമിച്ച് പഠിക്കാൻ പറ്റും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട്. 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ITEP പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ഡിഗ്രിയും കിട്ടും, അതേപോലെ തന്നെ B.Edും കിട്ടും. അപ്പോൾ അത് ഒരു ഡൊമൈൻ, നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യണം. അത് ഒരു ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, അതായത് കുറച്ച് ടീച്ചിങ് സ്കിൽസിൻ്റെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. +2ന് കൂടെ +2ന് മിനിമം 50% മാർക്ക് മതി. വർഷത്തിൽ ഒരു വർഷമാണ് ഒരു സമയം നടത്തുക. ഇനി മുതൽ B.Ed ഈ പറഞ്ഞ 4 ഇയർ പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. നല്ല ഒരുപാട് കോഴ്സസ് ഒരു ഓഫർ ചെയ്യുന്നുണ്ട് NCET ത്രൂ കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ തീർന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള വീഡിയോസ് ചെയ്ത്. അപ്പോൾ ലോങ് വീഡിയോ ആണ്, യൂസ്ഫുൾ ആണ്. താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. മുഴുവൻ കണ്ടെടുത്തവർ നിർബന്ധമായി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.